നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി ഭൂരിഭാഗം സമയവും മഴ കൊണ്ടുപോയി. ബാക്കി സമയം നല്ല കോൺടെസ്റ്റ് നടന്നു. ആദ്യ ദിവസം നമ്മുടെ ടീം 2 വിക്കറ്റിന് 288 അടിച്ചതെങ്കിൽ ഇന്ന് 172 റൺസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 2 വിക്കറ്റാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഇന്ന് നമുക്ക് 7 വിക്കറ്റ് നഷ്ടമായി. അങ്ങനെ ടോട്ടൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 റൺസ് ടീം ഇന്ത്യ അടിച്ചിട്ടുണ്ട്. എന്താണ് ഈ കളിയുടെ ഇനി മുന്നോട്ടുള്ള പോക്ക്? എന്ത് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കണം? ഏതായാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കളികൾ വരുമ്പോഴൊക്കെ നമ്മൾ വിശദമായിട്ട് റിവ്യൂവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുണ്ട്. പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ വിശകലനങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ നിരീക്ഷണങ്ങളും ഒക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് റാഫ്റ്റോക്സിൻ്റെ ക്രിക്കറ്റ് റിവ്യൂകൾ എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്ന് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി അങ്ങനെ WTCയുടെ ഫൈനലിലേക്ക് ഒരു ഓപ്പണിംഗ് ഇന്ത്യക്ക് കൂടി ലഭിക്കുകയാണ്. ഈ 2 ടെസ്റ്റും വിജയിക്കണം, അതാണ് നമുക്ക് പ്രഥമമായിട്ട് വേണ്ടത്. അങ്ങനെ ഇരിക്കെയാണ് മഴ പെയ്ത് ഒരു തിരിച്ചടി ഉണ്ടാവുന്നത്. ഇന്നലെ മഴ പെയ്ത് കുറച്ച് ഓവറുകൾ നഷ്ടമായി. ഇന്ന് 10-42 ഓവറുകളോളം മഴ മൂലം നഷ്ടപ്പെട്ടു. 42 എന്ന് പറഞ്ഞാൽ പോരാ, 10-47 ഓവറുകൾ നഷ്ടമായി എന്ന് പറയണം. കാരണം 43 ഓവർ മാത്രമല്ലേ കളി നടന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു പകുതിയിലധികം ഓവറുകളും നഷ്ടപ്പെട്ടൊരു ദിവസം. നമ്മുടെ സ്ട്രാറ്റജി ആകെ മാറ്റേണ്ടി വന്നു. 288-ന് 2. അവിടെ നിന്ന് പിന്നെ വേഗത്തിൽ സ്കോർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വഴി. കാരണം ഒരു നല്ല സ്കോറിലേക്ക് എത്തണം. എന്നിട്ട് പിന്നെയുള്ള 3 ദിവസങ്ങൾ, ആ 3 ദിവസങ്ങളിൽ വെച്ച് ശ്രീലങ്കയെ 2 തവണ ഔട്ടാക്കണം. നമുക്ക് വീണ്ടും ബാറ്റ് ചെയ്യേണ്ടാത്തൊരു സ്ഥിതിയും ഉണ്ടാക്കണം. അല്ലെങ്കിൽ കളി സമനിലയിലായി പോകും. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല ഇനിയുള്ള വരും ദിവസങ്ങളിലെ ഫോർകാസ്റ്റും അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ നമ്മുടെ ടീം ഉണ്ടായിരുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവാണ് നേരിട്ട് ആദ്യ പന്ത് തന്നെ ഋഷഭ് പന്ത് ബൗണ്ടറി അടിക്കുന്നു. പക്ഷെ പന്തിന് വീണ്ടും ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ പിഴച്ചു, വിക്കറ്റ് എടുക്കുകയും ചെയ്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നുവാന്ത, അതായത് കേശര നുവാന്ത ഡെബ്യൂട്ടൻ ബൗളറാണ്. ഇന്നലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിനെ കുറിച്ച് വിശകലനം നടത്തിയിരുന്നു. അദ്ദേഹം പ്രഭാത് ജയസൂര്യയേക്കാൾ കൂടുതൽ ത്രെട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അതേസമയം ഇനാക്കുറേറ്റ് ആയിട്ട് പന്തെറിയുകയും ചെയ്തു. അതോടുകൂടി ആ ഉണ്ടാക്കിയ പ്രഷർ അദ്ദേഹം തന്നെ റിലീസ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് കുറച്ചുകൂടി നല്ല രൂപത്തിൽ അദ്ദേഹം പന്തെറിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു. ആദ്യം വീണ 4 വിക്കറ്റുകളിൽ 3 വിക്കറ്റുകളും അദ്ദേഹം തന്നെ പിഴുതെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രഭാത് ജയസൂര്യയും ഇന്ന് നല്ല രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞു. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ 1 വിക്കറ്റ്, ഇന്ന് ബാക്കി 3 വിക്കറ്റുകൾ എടുത്ത് അദ്ദേഹം ടോട്ടൽ 4 വിക്കറ്റുകൾ അദ്ദേഹവും പിഴുതു. ചുരുക്കി പറഞ്ഞാൽ ശ്രീലങ്കയുടെ സ്പിന്നർമാർ നല്ല രൂപത്തിൽ പന്തെറിയുകയും വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. നമ്മളാവട്ടെ വേഗത്തിൽ സ്കോർ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഇന്നലെ ക്രാമ്പ് കാരണം കയറിപ്പോയ KL രാഹുൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തി. അദ്ദേഹത്തിന് അധികം ഒന്നും സ്കോർ ചെയ്യാൻ പറ്റാതെ അദ്ദേഹം മടങ്ങി. ദേവദത്ത് പടിക്കൽ നല്ല രൂപത്തിൽ 150 കടന്ന് മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെയും മടക്കി വിട്ടുകൊണ്ട് ശ്രീലങ്ക ആ ഒരു കോൺടെസ്റ്റിൽ അവരുണ്ട് എന്ന് തെളിയിക്കുകയായിരുന്നു. ജഡേജയ്ക്കും വലിയ രൂപത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോഴൊക്കെയും സ്കോറിംഗ് റേറ്റ് താഴാതെ നോക്കുക എന്നുള്ളതാണ് ഇന്ത്യ ശ്രദ്ധിച്ചതെന്ന് തോന്നുന്നു. കൗണ്ടർ അറ്റാക്കുമായിട്ട് അതിന് പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ധ്രുവ് ജുറലാണ്. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു അർദ്ധ സെഞ്ചുറി നമ്മുടെ ഇന്നിങ്സിന് ഗതിവേഗം നൽകുകയും ചെയ്തു. പിന്നെ ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ സിറാജിനെ കയറ്റി വിട്ടത് അടിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ആ ഒരു സന്നാഹ മത്സരത്തിൽ അദ്ദേഹം ശ്രീലങ്കൻ 11-നെതിരെ കളിച്ച കളി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു 6 ഓസ്പിന്നറുടെ പന്തിൽ അദ്ദേഹം അടിച്ചു. പക്ഷേ വീണ്ടും അടിക്കാനുള്ള സമയത്ത് അദ്ദേഹം ഔട്ടായിപ്പോയി. വിവിയൻ റിച്ചാർഡ്സിൻ്റെ സ്റ്റൈലിൽ ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വന്ന് ചൂയിങ്ങൊക്കെ ചവച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതി അടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ അതത്ര സക്സസ്ഫുൾ ആയില്ല. മനോജ് സുതാർ കുറച്ച് നല്ല രൂപത്തിൽ തന്നെ, പ്രോമിസിംഗ് ആയ രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറയണം. ഏതായാലും നമുക്ക് 9 വിക്കറ്റുകൾ നഷ്ടമായി. ഇനി ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് എന്താകും എന്നുള്ളത് എത്ര റൺസ് അടിച്ചാലും, കാരണം പ്രസിദ്ധും കുൽദീപുമാണ്, എത്ര റൺസ് അടിച്ചാലും അത് ബോണസ് എന്ന് കണ്ടാൽ മതി. 460 റൺസ് ഒരു മോശം സ്കോറല്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ നല്ല സ്കോറാണ്. നമ്മൾ 500-ന് മുകളിൽ സ്കോർ പ്രതീക്ഷിച്ചിരുന്നു. അത് മഴയില്ലായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. ഇതിപ്പോൾ ബാറ്റിംഗ് അപ്രോച്ച് മാറ്റേണ്ടി വന്നു. അതുകൊണ്ട് സംഭവിച്ചതാണ് ഇങ്ങനെ വിക്കറ്റുകൾ വീണതും മറ്റുമൊക്കെ. 460 മാക്സിമം ഒരു 470-480 ഒക്കെ എത്തിയാൽ നല്ലതെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നാളത്തെ
ആദ്യ ഒരു മണിക്കൂറിൽ തന്നെ നമ്മൾ ഓൾ ഔട്ട് ആവും, അല്ലെങ്കിൽ ആദ്യ അരമണിക്കൂറിൽ തന്നെ പോകാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ഇന്നിങ്സ് നമുക്ക് എത്രയും പെട്ടെന്ന് റാപ്പപ്പ് ചെയ്യാൻ പറ്റണം. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇന്നത്തെ പിച്ചിൻ്റെ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്പിന്നർമാർക്ക് പ്രധാനപ്പെട്ട റോള് വഹിക്കാനുണ്ട്. അത് 3 സ്പിന്നർമാരെ വെച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലം കാണുമെന്ന് തന്നെ കരുതണം. മനോജ് സുതാറും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും, പ്ലസ് നമുക്ക് നല്ല റിസ്റ്റ് സ്പിന്നർ ഉണ്ട്, കുൽദീപ് യാദവ് ഉണ്ട്. അപ്പം പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓഫ് സ്പിൻ ബൗളർ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ട് പന്തെറിയാൻ കപ്പാസിറ്റി ഉള്ള 3 പേര് തന്നെയാണ് നമുക്കുള്ളത്. അത് ഉപയോഗപ്പെടുത്തുക, വിക്കറ്റുകൾ വീഴ്ത്തുക. അതല്ലാതെ ശ്രീലങ്ക അപ്ലൈ ചെയ്ത് കളിക്കുകയാണെങ്കിൽ മത്സരം നാളെ അവർ മോശമല്ലാത്തൊരു സ്കോറിലേക്ക് പോയാൽ പിന്നെ സമനിലയെ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നാളത്തെ ദിവസമാണ് ഏറ്റവും ക്രൂഷ്യൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1-2 സെഷനുകളിൽ തന്നെ കളി പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ കഴിയണം. അതർവൈസ് കാര്യങ്ങൾ കൈവിട്ടു പോകും. കൈവിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ തോൽക്കുമെന്നല്ല, ഇവിടെ നമുക്ക് വിജയമാണ് പ്രധാനം. സമനില പോലും നമുക്കൊരു തിരിച്ചടിയായിട്ട് കാണേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ WTCയിലെ നമ്മുടെ സ്ഥാനം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. പിന്നെ മഴ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെയും ഫോർകാസ്റ്റ് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നതിലും അർത്ഥമില്ല. ഏതായാലും ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കാം. കെഷാര നുവാന്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലത്തേതിനേക്കാൾ വളരെ ബെറ്ററായിട്ട് പന്തെറിഞ്ഞു. അദ്ദേഹം വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. അതേസമയം ഇന്ത്യ ഒരു ഫോർമിഡബിൾ ഫസ്റ്റ് ഇന്നിംഗ് സ്കോറിലേക്ക് പോയിട്ടുണ്ട്. ദേവദത്ത് പടിക്കൽ അദ്ദേഹത്തിൻ്റെ 131 റൺസിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. 167 റൺസിലേക്ക് എത്തി. ധ്രുവ് ജുറൽ നല്ല രൂപത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യ 469 എന്ന നിലയിലാണ് ഉള്ളത്. 43 ഓവറുകളാണ് ഇന്ന് എറിഞ്ഞത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറയുകയും ചെയ്തല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വീണ 4 വിക്കറ്റുകളിൽ 3 വിക്കറ്റും നുവാന്തയാണ് എടുത്തത്. പിന്നീട് പ്രഭാത് ജയസൂര്യ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റോളും വഹിക്കുകയുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട സമയം അതൊരു ആശങ്കയായിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അടുത്ത ദിവസത്തേക്കുള്ള ഫോർകാസ്റ്റുകൾ നല്ലതല്ല എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പോൾ 288-ന് 2 എന്ന നിലയിൽ നിന്ന് പുനരാരംഭിക്കുമ്പോൾ വേഗത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതേസമയം നുവാന്ത കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെങ്ത്ത് ഹോൾഡ് ചെയ്ത് പന്തെറിയാൻ തുടങ്ങി. കൂടുതൽ ടേണും അദ്ദേഹത്തിന് ലഭിച്ചു. പന്താവട്ടെ അദ്ദേഹം ബൗണ്ടറി അടിച്ച് തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് അദ്ദേഹം ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ ഔട്ടായതാണ്. അത് അൺക്യാരക്ടറിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതി അത് തന്നെയാണ്. പക്ഷേ അപ്പോൾ ആ ഒരു വിക്കറ്റ് അങ്ങനെ വലിച്ചെറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീലങ്ക പിന്നീട് കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. സെക്കൻഡ് ന്യൂ ബോൾ അവൈലബിൾ ആയപ്പോൾ തന്നെ അവരത് എടുക്കുകയും ചെയ്തു. പിന്നീട് വിക്കറ്റുകൾ അവർ വീഴ്ത്താൻ തുടങ്ങി. നുവാന്ത ന്യൂ ബോൾ വന്നിട്ടും അവർ നുവാന്തയെ തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 10-16 ഓവർ ഒരു ബ്രേക്കും ഇല്ലാതെ അദ്ദേഹം എറിയുന്ന ഒരു സ്പെല്ലാണ് നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടത്. ഷാർപ്പ് ടേൺ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചുറൽ വേരിയേഷൻ അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹം കൂടുതൽ ആക്യുറസിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പന്ത് പുറത്തായതിനു ശേഷം KL രാഹുൽ കഴിഞ്ഞ ദിവസത്തെ ക്രാമ്പിന് ശേഷം അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കുന്നൊരു കാഴ്ച, ആ ഒരു ഷാർപ്പ് ഓഫ് ബ്രേക്കിൽ അദ്ദേഹം പുറത്താകുന്നു. രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം നേച്ചുറൽ വേരിയേഷനാണ് പ്രശ്നമായത്. അദ്ദേഹം LBWയിൽ കുരുങ്ങി മടങ്ങുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് വിക്കറ്റുകൾ വീണത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊന്ന് ബാക്ക് ഫുട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ പടിക്കൽ തൻ്റേതായിട്ടുള്ള രീതി ഇന്നലെ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് പുനരാരംഭിച്ച് ബാറ്റിംഗ് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ക്രീസിൽ വളരെ ഡീപ്പായി നിന്നുകൊണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. 150 റൺസിന് അപ്പുറത്തേക്ക് അദ്ദേഹം പോയി. ഒരിക്കൽ കൂടി അദ്ദേഹം ജയസൂര്യയ്ക്ക് മേൽ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചു വന്നതാണ്. പക്ഷേ സ്പിന്നർ മികച്ച രൂപത്തിലൊരു ഡെലിവറിയിലൂടെ അദ്ദേഹത്തിനെ ക്രീസിൽ നിന്ന് പുറത്ത് അദ്ദേഹം സ്റ്റാൻഡേർഡ് ആവുന്നൊരവസ്ഥയുണ്ടായി. അദ്ദേഹം സ്റ്റംപ് ചെയ്യപ്പെട്ട് മടങ്ങിപ്പോയി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിക്കറ്റായിരുന്നു. ശ്രീലങ്കയ്ക്ക് അത് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. അപ്പോൾ 377-6 എന്ന രൂപത്തിലാണ് അപ്പോൾ ഇന്ത്യ ഉണ്ടായിരുന്നത്. ശ്രീലങ്കയുടെ ഹോപ്പ് ഇന്ത്യയെ ഒരു 400-ലോ അല്ലെങ്കിൽ 420-ലൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാമെന്ന് കരുതിയതായിരിക്കണം. പക്ഷേ ആ ഹോപ്പ് ഇല്ലാതെ ആക്കിയത് തീർച്ചയായിട്ടും എടുത്തു പറയണം ധ്രുവ് ജുറലിൻ്റെ ആ ഒരു ഇന്നിങ്സാണ്. ധ്രുവ് ജുറലും മനോജ് സുതാറും ചേർന്നുകൊണ്ടുള്ള 55 റൺസ് സ്റ്റാൻഡ് തീർച്ചയായിട്ടും ശ്രീലങ്കയുടെ പിടി വിടിയിക്കുന്ന രൂപത്തിൽ തന്നെയാണ്. ജുറല് വളരെ മികച്ച രൂപത്തിൽ തന്നെ കളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ട് അങ്ങ് പോയി. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ജയസൂര്യ നല്ല രൂപത്തിൽ പന്തെറിയുന്നുണ്ടായിരുന്നു. ജുറലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 50-ലേക്ക് പോയി എന്ന് പറയുമ്പോഴും ജയസൂര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേണ്ട വിധത്തിൽ കാര്യങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പന്തെറിയാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യ അതിനുശേഷം സിറാജിനെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നു. ക്വിക്ക് റൺ എടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ
നുവാന്തയെ സിക്സറിനൊക്കെ അടിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനുശേഷം അസിതയുടെ ഒരു സ്ലോവർ ബോളിൽ അദ്ദേഹം വീഴുകയും ചെയ്തു. സുതാർ പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകിയെങ്കിലും അദ്ദേഹവും പുറത്തായി. ഇന്ത്യ 460-9 എന്ന നിലയിലേക്ക് ഒടുവിൽ സ്റ്റംസിൻ്റെ സമയത്ത് എത്തുകയും ചെയ്തു. ഇതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നാളത്തെ ദിവസം ഇന്ത്യ എന്തായാലും രാവിലത്തെ കുറച്ച് ഓവറുകൾ തന്നെ ഓൾ ഔട്ട് ആവും. പിന്നെ ഇന്ത്യക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. വളരെ പെട്ടെന്ന് എതിരാളികളുടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞിരിക്കണം. പകരം കഴിയാതെ പോയാൽ കളി സമനിലയോ മറ്റു രൂപത്തിലേക്കോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സ്പിന്നർമാർക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള റോള് ഇവിടെ വഹിക്കാനുണ്ട്. അഗ്രസീവായിട്ട് തന്നെ പന്തെറിയുക, വിക്കറ്റുകൾ വീഴ്ത്തുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും വീഡിയോ റാപ്പപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് നോക്കാം. ഇന്നലെ യശസ്വി ജയ്സ്വാൾ റണ്ണൌട്ടായ രീതിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം 32 റൺസിന് ഇന്നലെ മടങ്ങിയിരുന്നു. പിന്നെ ഇന്നലെ മടങ്ങിപ്പോയ ആൾ ശുഭൻ ഗില്ലാണ്. അദ്ദേഹം 16 റൺസുമായിട്ട് മടങ്ങിയിരുന്നു. ഇന്ന് ഋഷഭ് പന്താണ് രാവിലെ മടങ്ങിയത്. അദ്ദേഹം 39 റൺസാണ് അടിച്ചത്. KL രാഹുൽ വീണ്ടും ബാറ്റ് ചെയ്യാൻ വന്നു. പക്ഷേ 82 റൺസിന് അദ്ദേഹം മടങ്ങിപ്പോയി. ദേവദത്ത് പടിക്കൽ തന്നെയാണ് ഈ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ഹീറോ. 230 പന്തുകളിൽ നിന്ന് 15 ഫോറും ഒരു 6 അടക്കം 167 റൺസ് അടിച്ച് അദ്ദേഹം ടോപ്പ് സ്കോററായിട്ട് മാറി. ധ്രുവ് ജുറലിന്റെ 68 പന്തുകളിൽ നിന്നുള്ള 51 റൺസ് വളരെ ഹാൻഡിയായ ഒന്നായിരുന്നു. രവീന്ദ്ര ജഡേജ 13 റൺസും മനോജ് സുതാർ 24 റൺസും മുഹമ്മദ് സിറാജ് 11 റൺസും എടുത്തു പുറത്തായപ്പോൾ കുൽദീപ് 12 റൺസുമായിട്ടും പ്രസിദ്ധ കൃഷ്ണ 1 റൺസുമായിട്ടും ഇപ്പോൾ ക്രീസിലുണ്ട്. നാളെ മഴയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിഞ്ഞാൽ പിന്നെ വിക്കറ്റുകൾ വീഴ്ത്താനും ബൗളർമാരുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ടിലേക്ക് നൽകാനുണ്ട്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രഭാത് ജയസൂര്യ 39 ഓവറിൽ 109 റൺസ് 4 വിക്കറ്റ് എടുത്തു. അതേസമയം കേശര നുവാന്ത അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ആണ്. 39 ഓവറിൽ നിന്ന് 3 വിക്കറ്റുകൾ അദ്ദേഹവും വീഴ്ത്തിയിട്ട് 175 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. ഇന്നലെ അദ്ദേഹം കൂടുതൽ ഇനാക്യുറേറ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പന്തെറിഞ്ഞു. അതിൻ്റെ ഒരു ഫലം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പിന്നെ ശ്രീലങ്കയ്ക്ക് വേണ്ടി വിക്കറ്റ് എടുത്ത അസിത ഫെർണാണ്ടോയാണ്. അദ്ദേഹമാണ് സിറാജിനെ മടക്കി അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു വിക്കറ്റ് റണ്ണൌട്ട് ആണല്ലോ. ഏതായാലും 460-9 എന്ന നിലയിൽ ടീം ഇന്ത്യ നിൽക്കുന്നു. ഈ ടെസ്റ്റ് സ്റ്റിൽ നമ്മൾ തന്നെയാണ് മുന്നിൽ, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇനിയുള്ള ദിവസം മഴ പെയ്യുക കൂടിയാണെങ്കിൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകും. ഇനിയുള്ള 3 ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ ദിവസമാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോസ് അനുഭവിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.